ആര്യ രാജേന്ദ്രനെ വിമർശിച്ച വി ശിവൻകുട്ടി മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. ആര്യയെ കാറിൽ കയറ്റിയാൽ സ്ത്രീകൾ പോലും എതിർത്തു. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചെടുത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടിയുടെ വിമർശനം. സ്വാഭാവികം. ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞാണ് ഇവളെ കൊണ്ട് ഇലക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇറങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന്. ട്രിവാൻഡ്രം വിട്ടുപോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വി രാജേഷ് BJP ഒരു നേതാവാണ്, അദ്ദേഹമാണ് അവിടുത്തെ മേയറും കാര്യങ്ങളൊക്കെ. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി ഏതായാലും വ്യക്തികളെയാണ് നമ്മളിവിടെ നോക്കുന്നത്, വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ നല്ലത് സംസാരിക്കുകയും ചെയ്യുന്നത്. ആര്യ അവിടെ മേയറായിട്ടിരുന്ന സമയത്ത് ആ ഓഫീസിന്റെ കോലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാനത് നിങ്ങളെന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക, ഒന്ന് ലൈക്ക് അടിക്കുക. ഇവിടെ ഭർത്താവും തോറ്റു പോകണമെന്ന് ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും സഹകരിച്ചിട്ടുണ്ട്. അത് ഹാപ്പി ആയിട്ടുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പരമാവധി ഈ ഒരു വിഷയം ഒന്ന് ഷെയർ ചെയ്തേക്കാം. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് ഓഫീസ് ഒന്ന് കണ്ടു നോക്കണേ. ചെതലാണ് അതിന്റെ താഴെ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനും വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, മാലിന്യം ഒക്കെയാണ്. ഈ മുഴുവൻ ഇതിന്റെ ചെറിയ മുറിയാണ് ഓഫീസ്. പക്ഷെ എന്റെ ഓഫീസിന്റെ പുറകിലുള്ള മാലിന്യ കൂമ്പാരമാണ്. ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അടുക്കി. ഇപ്പൊ എന്റെ ഈ ഓഫീസ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു മുറിയാണ് എന്റെ ഓഫീസ്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന കുടിസ് മുറി എന്ന് പറയുന്ന ഓഫീസ്. അതിന്റെ പുറകിലെ അറ്റം വരെ മാലിന്യം കെട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആളുകൾ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ 2 വേസ്റ്റ് ഡിസ്പോസൽ കേന്ദ്രങ്ങളുണ്ട്. വേസ്റ്റ് ഡിസ്പോസൽ ഹബ്ബ് എന്ന് പറഞ്ഞ് ലാൻഡ്സ്കേപ്പ് എന്തോ സ്പോൺസർ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്ന സാധനമാണ്. മധ്യകുട്ടികൾ വരെയാണ് എൻ്റെ മുറിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ട്രിവാൻഡ്രം മേയറാണ് ആര്യ ആ സമയത്തെ കാര്യം കേട്ടോ. അത് പിന്നെ ഈ പറയുന്ന ശ്രീരേഖ IPS എല്ലാവരും കൂടെ അത് മാറ്റി നല്ല വൃത്തിയാക്കി നല്ല വെടിച്ചലിനാക്കിയിട്ടുണ്ടായിരുന്നു. BJP വന്നതിൻ്റെ ഒരു ഗുണം അവിടെ കാണാനുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു, ഞാൻ ഈ കോൺഗ്രസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തിനാ BJP സപ്പോർട്ട് ചെയ്യുക? എല്ലാം നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് എവിടെയും പറയണം. അത് ഏത് പാർട്ടി ആയാലും ശരി. രാഷ്ട്രീയം എന്താ പറയണ്ടേ, സാഹചര്യമാണ്. അതാദ്യം നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയം സാഹചര്യമാണ്, വ്യക്തികളല്ല. അതും കൂടെ മനസ്സിലാക്കിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഓക്കെ, ബാക്കി കൂടെ വെക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട R ശ്രീലേഖ IPS കൗൺസിലർ എന്ന നിലയിലുള്ള തന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ച ശേഷം പങ്കുവച്ച ദൃശ്യങ്ങളായിരുന്നു ഇത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ലോകത്തിന് തന്നെ മാതൃക ആകുന്ന ഭരണമാണ് കാഴ്ചവെച്ചത് എന്നായിരുന്നല്ലോ അവകാശവാദങ്ങൾ. ആ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ പരിസരമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ശിവൻകുട്ടിയൊക്കെ ആണെങ്കിൽ പോലും ഈ മേയറിനെ പൂഴ്ത്തി അടിച്ചിട്ടുള്ളതായിരുന്നു. നല്ല മേയറാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, കളി കാര്യമായപ്പോഴത്തേക്കും ഇലക്ഷൻ അദ്ദേഹം നിന്ന് തോറ്റപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വിധമൊക്കെ അങ്ങ് മാറി. ഇപ്പൊ ഫുൾ കോമഡി ആയി കാര്യങ്ങൾ. ആര്യരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ പരാജയത്തിന്റെ ആഘാതം മാറിയിട്ടില്ല. അപ്പൊ ആര്യയുടെ പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചറിയായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, തിരിച്ചടിയായി എന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് ആര്യ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വരുന്നതും അല്ലെങ്കിൽ ഈ ശിവകുട്ടിയുടെ കാറിൽ ആര്യയെ കയറ്റിക്കൊണ്ട് പോകുന്നതിനുമൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ എതിർപ്പ് പറഞ്ഞിരുന്നു. ആര്യരാജ്യത്തെ പാർട്ടിയുടെ മുൻനിരയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് വോട്ടുകൾ ഇല്ലാതാക്കുന്ന വികാരം സാഹചര്യത്തിലും സാധാരണക്കാരായ സ്ത്രീകൾ ഉണ്ടായിരുന്നതായപ്പോൾ ഈ ശിവകുട്ടിയും പറഞ്ഞിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ആര്യയും ആര്യയുടെ ഹസ്ബൻഡും കൂടെ കാരണമാണ് യദുവിന്റെ ജോലി വരെ നഷ്ടപ്പെട്ടത്. എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു കേസ് ഇപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാണ്ടി മുമ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലിയും കാര്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കാമെന്നുള്ള രീതിയിലാണ്. അതിന്റെ കാര്യത്തിൽ എന്തായാലും ഏകദേശം തീരുമാനമാവാൻ ഉടനെ തന്നെ തീരുമാനമാവും. കാരണം ചാണ്ടി മുമ്പൻ ഒരു വാക്ക് കൊടുത്തതല്ലേ, എന്തായാലും പുള്ളിക്കാരൻ ചെയ്യും. എനിക്ക് സന്തോഷമായിട്ടുള്ളൊരു കാര്യം, ഭർത്താവ് എന്ന് പറയുന്ന അവൻ തോറ്റുപോയതാ. അത് ബാലുശ്ശേരിയില സൂരജ് തൂക്കി. ഓക്കെ, അന്നിക്ക് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. അന്ന് അവള് കള്ളം പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ.
സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത്. 100% ഉറപ്പ് പറയാം. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു, സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത്. നിങ്ങൾ ആ ബസ് കണ്ടല്ലോ, ആ ബസ് ക്രോസ് ചെയ്തിട്ടാണ് അവർ നിന്നത്. ഭാര്യയും ഭർത്താവും അതിനകത്ത് കയറി. അതുപോലെ തന്നെ വേറെ കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. ഇവരെ കണ്ട് മൂവിക്കോ അവിടെ എങ്ങോട്ട് പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്നിട്ട് അവിടെ കയറി പൂരത്തെറിയൊക്കെ വിളിക്കുക, പച്ചത്തെറിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അതിനകത്ത് ബസ്സിന്റെ CCTV കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അതവിടെ പോയി. അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ബസ്സിന്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ഇവർ നൈസായിട്ട് മുക്കി. അതുണ്ടായിരുന്നെങ്കിൽ ഇതുവിന്റെ ഭാഗങ്ങൾ ക്ലിയർ ആക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ എന്താ, ചേട്ടനും ചേച്ചിക്കും വീട്ടിലിരിക്കാമല്ലോ. അതുകൊണ്ടൊരു ആശ്വാസമാണ്. ഈ പെണ്ണിച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഇതായിരുന്നു. വേണ്ടേ, ഈ ഒരു വീഡിയോ കൂടെ ഞാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടെ നമുക്ക് സംസാരിച്ചിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അന്ന് ഈ പറയുന്ന 4-5 മാസം മുമ്പുള്ള ഇലക്ഷന്, പഞ്ചായത്ത് ഇലക്ഷനും അറിയാലോ, ആ സമയത്ത് ചേച്ചിയുടെ ഡയലോഗ് കൂടി ഒന്ന് കേൾക്കണമായിരുന്നു. അഹങ്കാരത്തിന്റെ ഇത്. ഇപ്പം ശിവൻകുട്ടി എതിരെ സംസാരിച്ചപ്പോൾ ശിവൻകുട്ടി എതിരെ മാപ്പ് പറയണമെന്ന്. എന്ത് യോഗ്യതയുണ്ട് നിന്റെ അടുത്ത് മാപ്പ് പറയണ്ടേ? ഭരണം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ട്, തിരിച്ചുവരവ് നടത്തുന്ന UDF പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഭരണം LDF നഷ്ടമാകുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി പാടിയിട്ടുണ്ടോ? അല്ല, LDF അത് നഷ്ടമാകും എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം. അതെ, അത്രേ ഉള്ളൂ. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. LDF എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത്. ഇപ്പൊ BJPയും UDFും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും, രാഷ്ട്രീയ തെറ്റായ പ്രചരണങ്ങളും ഒക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. എനിക്കൊന്ന് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ നഷ്ടപ്പെടുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. അങ്ങനെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വന്നു. നമ്മൾ ശരിക്കും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഏതാണ്ട് 20-25 വർഷമായി BJP അവരുടെ ഒരു കുത്തക സീറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് 55 ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിനില അതിൽ നിന്ന് 56 വന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ഈ പ്രചരണമൊക്കെ അവർ അപ്പോഴും നടത്തിയിരുന്നു. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വളരെ കൂളായി ഇപ്പൊ നമ്മളെയൊക്കെ പറ്റി പല നേതാക്കളും, BJPയിലെ നേതാക്കളും അല്ലാത്തവരും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ഭാഗമായ പല കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഞാനതിലൊന്നും ഇപ്പൊ എവിടെ പോയി? അന്നത്തെ ഇലക്ഷനോട് ചേച്ചിയുടെ പട്ടം എന്താ കിടക്കയൊക്കെ എടുത്ത് ദൂരെ കളയുകയും ചെയ്ത്. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇനി കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ. ഭർത്താവ് അവിടെ പോയി 8 നില പൊട്ടിപ്പോയി. സത്യം പറയാലോ, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ജനം അറിഞ്ഞു കൊടുത്തു, അവിടെ സൂരജ് വിജയിച്ചു. 8 നില പൊട്ടിപ്പോയി. പാർട്ടി പരിപാടിക്ക് പോലും ഇവർ അടുപ്പിക്കത്തില്ലായിരുന്നു. പാർട്ടി പരിപാടിക്ക് പോലും ആ ശിവൻകുട്ടിയുടെ കൂടെ ഇവർ ഇറങ്ങി ഓരോ കാര്യത്തിന് നടന്നപ്പോൾ അത് ഭയങ്കര നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. പാർട്ടി പരിപാടിക്കാണെങ്കിൽ പോലും ഒരു മൂലയ്ക്ക് നിർത്തേണ്ട അവസ്ഥകൾ. എന്നിട്ടും ഡയലോഗ് അടിക്കുന്ന ഒരു കുറവില്ല. ഇപ്പം ശിവൻകുട്ടിക്കെതിരെയാണ് സംസാരവും കാര്യങ്ങളൊക്കെ. എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ് തമ്മിലടിയാണ്. അതിനേക്കാളും വലിയ തമ്മിലടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊച്ചമ്മമാർ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, സൂരജ് ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ സൂരജിനെ കാണിച്ചറിയാം. അതായത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവിനെ തോപ്പിച്ചത്, അതായത് സച്ചിൻ ദേവിനെ തോപ്പിച്ചതാണ് സൂരജ്. സൂരജ് ഒരു പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരന്റെ മകൻ. ആ കൂലിപ്പണിക്കാരന്റെ മകൻ അവിടെ 8000-1000 വോട്ടിന് അവിടെ ജയിച്ചു. ആ ഒരു വ്യക്തിയെ കൂടെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. തീർച്ചയായും വലിയൊരു സ്നേഹം ബാലുശ്ശേരിയിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം വലിയൊരു സ്നേഹം ബാലുശ്ശേരിയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. അമ്മമാരുടെയും ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും അനിയന്മാരുടെയും അനിയത്തിമാരുടെയും എല്ലാവരുടെയും ഒരു സ്നേഹം, അമ്മമാരുടെ ഒക്കെ വലിയ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഒരു വിധി എഴുതി, ആ ജനവിധിയെ മാനിക്കുന്നു. ഈ സ്നേഹത്തിന് 10 മടങ്ങ് സ്നേഹം തിരിച്ചു നൽകി പ്രവൃത്തിയിലൂടെ ബാലുശ്ശേരിയിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ എക്കാലവും ഞാനുണ്ടാവും. വളരെ ചെറിയ പ്രായത്തിൽ എന്നെ വലിയൊരു അവസരം തന്ന ബാലുശ്ശേരിയിലെ ജനങ്ങളോടുകൂടെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒപ്പം ഉണ്ടാവും. ബാലുശ്ശേരിയിലെ പ്രിയപ്പെട്ട എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. ബാലുശ്ശേരിയോടൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതുപോലെ എന്റെ പേരിൽ, എനിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ, എനിക്ക് അവസരം തന്നതിന്റെ പേരിൽ ബാലുശ്ശേരി ഒരു കാലത്തും എവിടെയും തലമുനിക്കേണ്ടി വരില്ല. ബാലുശ്ശേരിയുടെ എല്ലാ ഇടങ്ങളിലും എല്ലാ സമയത്തും ബാലുശ്ശേരിക്കാർക്കൊപ്പം ഞാനുണ്ടാകും. അടിപൊളി. ദൈവം ഉണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു ഇതായിരുന്നു. എന്തായാലും ഇനി ആ ഇതുവിന് ജോലിയും കൂടെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ തീർന്നു ഭസ്മമാവും. എന്തായാലും ചേച്ചിക്കെതിരെ കണ്ടില്ലേ, ഇതായിരുന്നു അന്നത്തെ അവസ്ഥ. അത് ഭയങ്കര നെഗറ്റീവായിരുന്നു. സത്യം പറയാനോ നെഗറ്റീവോടെ നെഗറ്റീവായിരുന്നു. എന്തായാലും ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. നീതി കിട്ടണം ഇതുവിനെ.
യദുവിന് നീതി കിട്ടണം. പറ്റുവാണെങ്കിൽ ജസ്റ്റിസ് ഫോർ യദു എന്നും കൂടെ ഒന്ന് കമന്റ് ഇട്ടോ, ഒന്നും കൂടെ ഇട്ടോ. ബൈ, ലവ് യു ഓൾ.